നിലാവ് പോലെ പാർട്ട് 9. അവനവളെ പതിയെ ബെഡിലേക്ക് കിടത്തി. നീ എന്നെ വല്ലാതെ കൊതിപ്പിക്കുന്ന പെണ്ണേ. അവൻ്റെ സ്വരം കേട്ടതും അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. അവൻ അവൾക്ക് മുകളിൽ കൈകുത്തി നിന്നു. കണ്ണുകൾ ഇറുകെ അടച്ചു കിടക്കുന്ന അവളുടെ കവിളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അമർന്നു. അവളൊന്ന് പിടച്ചുകൊണ്ട് പതിയെ കൺതുറന്നവനെ നോക്കി. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവളൊന്ന് വിറച്ചുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ കൈ ചുരുട്ടി പിടിച്ചു. അവളുടെ വിയർപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും കൂടി കലർന്ന ഗന്ധം അവനിലേക്ക് തുളച്ചു കയറി. അവൻ അവിടെ നാവ് കൊണ്ടൊന്ന് തഴുകി മെല്ലെ ഒന്ന് കടിച്ചതും അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവനൊരു കൈകൊണ്ട് അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ചു. മുഖമുയർത്തി കിതപ്പോടെ കണ്ണടച്ചു കിടക്കുന്നവളെ ഒന്ന് നോക്കി. അവളുടെ കഴുത്തിന് പിന്നിലൂടെ കൈയിട്ട് മുഖം അവന് നേർക്ക് ഉയർത്തി. ഇഷാനി, കണ്ണു തുറക്ക്, അവൻ പ്രണയപരവേശത്തോടെ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ അവളുടെ ചുവന്നു തൊടുത്ത അധരത്തിലായിരുന്നു. അവൾ പതിയെ കണ്ണു തുറന്ന് അവനെ നോക്കിയതും ഞൊടിയിടയിൽ അവൻ അവളുടെ അധരം സ്വന്തമാക്കിയിരുന്നു. അവളുടെ കണ്ണുകൾ മീഞ്ഞു. പതിയെ പതിയെ അവളുടെ ചുണ്ടുകൾ നുണഞ്ഞെടുത്തു അവൻ. അവളുടെ ഇരു കൈകളും അവൻ്റെ പുറത്തമർന്നു. മൃദുലമായ മാറുകൾ അവൻ്റെ ദൃഢമായ നെഞ്ചിൽ അമർന്നു. അവളിൽ നിന്നും ഒരു സ്വരം ഉയർന്നു. അവൻ അവനെ തന്നെ കൈവിട്ടു പോകുന്നത് പോലെ തോന്നി. അവൻ തനിക്ക് താഴെ ചുവന്നു തുടുത്ത് കിടക്കുന്നവളെ അതിയായ മോഹത്തോടെ നോക്കി. ഇഷാനി, എനിക്ക് പറ്റുന്നില്ലടി, എനിക്ക് നിന്നെ വേണം, അവൻ പതിയെ പറഞ്ഞു. അത് കേട്ടതും അവളുടെ കൈ അവൻ്റെ ഷർട്ടിൽ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. അതറിഞ്ഞതും അവനിൽ ഒരു ചിരി വിരിഞ്ഞു. അവൻ പതിയെ അവളുടെ തൊട്ടടുത്തേക്ക് കിടന്ന് അവളെ അവന് നേർക്ക് തിരിച്ചു കിടത്തി. അവളെ തെന്നിലേക്ക് വലിച്ചടുപ്പിച്ച് മുറുകെ പുണർന്നു. അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കിടക്കുന്ന അവളുടെ മുഖം കുറച്ചൊന്നുയർത്തി അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. പതിയെ അവളുടെ അധരം നാവ് കൊണ്ടൊന്ന് തഴുകി. അവൻ്റെ കൈകൾ പതിയെ അവളുടെ കഴുത്തിലൂടെ മാറിലേക്ക് എന്നെ പിന്നൂരിയെടുത്ത് സാരി മാറ്റിയതും ബ്ലൗസിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അവളുടെ മൃദുലത അവളുടെ അധരം നുകർന്നുകൊണ്ട് തന്നെ അവൻ പതിയെ അവളുടെ ബ്ലൗസിൻ്റെ ഹുക്ക് ഓരോന്നായി അഴിച്ചു. അവളൊന്ന് വിറച്ചുകൊണ്ട് മാറാൻ നോക്കിയതും അവൻ അവളെ ഗാഢമായി പുണർന്നുകൊണ്ട് അവളുടെ മാറുടുക്കിലേക്ക് മുഖം പൂഴ്ത്തി. അവളൊന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ ചുമലിൽ നഖം ആഴ്ത്തി. അതവനിലെ ആവേശം കൂട്ടി. അവൻ്റെ നോട്ടം അവളുടെ റംബോസ് നിറത്തിലുള്ള അവളുടെ ആൽവയറിലേക്കായി. അവനൊന്ന് ഉമിനീർ ഇറക്കിക്കൊണ്ട് അവിടെ പതിയെ കൈ ഉയച്ചു. വിരലുകൾ അവളുടെ പൊക്കിൾ ചുഴിയിൽ താഴ്ന്നതും അറിയാതെ അവൾ അവനെ പിടിച്ച് തന്നിലേക്ക് അമർത്തി. അവൻ്റെ കൈകൾ അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി ഊരിയെടുത്തു. അവളുടെ പരവേശം കണ്ടതും അവൻ ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. ഒരു കുഞ്ഞ് 0 ബൾബ് മാത്രം ഇട്ടു. ആ ലൈറ്റിൽ തെളിഞ്ഞു കാണുന്ന അവളുടെ മൃദുലതയെല്ലാം അവൻ നുണഞ്ഞെടുത്തു. ആവേശത്തോടെ, അടക്കാനാകാത്ത വികാരത്തോടെ അവളുടെ ഉള്ളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങിയതും വെട്ടിവിറച്ചുകൊണ്ട് അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവളുടെ വയറിൽ പിടിച്ച് ബെഡിലേക്ക് തന്നെ അമർത്തിയവൻ അവളിൽ ഉയർന്നു പൊങ്ങി. അവൻ്റെ ഉയർച്ച കാഴ്ചക്കൊടുവിൽ അവൻ വെട്ടി വിയർത്തുകൊണ്ട് ബെഡിലേക്ക് വീണു. മറുകൈ കൊണ്ട് അവളെ വലിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്തു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ സീമന്തരേഖയിൽ അത്രയും സ്നേഹത്തോടെ ഒന്ന് മുത്തി. രാവിലെ എണീക്കുമ്പോൾ അവൻ്റെ നെഞ്ചോട് മുഖം ചേർത്തായിരുന്നു അവൾ കിടന്നിരുന്നത്. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 9 ആവാറായി. ചാടി എഴുന്നേൽക്കാൻ നോക്കിയതും അപ്പോഴാണ് താൻ ഡ്രസ്സൊന്നും ഇടാതെയാണ് കിടക്കുന്നത് എന്ന് ഓർമ്മ വന്നത്. തലേന്ന് രാത്രി നടന്ന ഓരോന്ന് ആലോചിച്ചതും അവളുടെ മുഖം ചുവന്നു. അവൾ ബെഡ്ഷീറ്റ് വാരിച്ചുറ്റി അവനെ ഉണർത്താതെ വേഗത്തിൽ ബാത്റൂമിലേക്ക് നടന്നു. കുളിച്ചിറങ്ങിയപ്പോഴും അവൻ എണീറ്റിരുന്നില്ല. അവനെ ഉണർത്താതെ അവൾ താഴേക്ക് നടന്നു. അടുക്കളയിൽ ലക്ഷ്മിയെ കണ്ടതും അവൾ ആകെ വല്ലാതെയായി. ഇത്രയും സമയമായി അമ്മ എന്ത് കരുതും?
എങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കും? ഞാനൊന്നും കരുതില്ല. നീ വന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്നവരെ നോക്കി അവർ പറഞ്ഞു. അവൾ അവരെ അമ്പരപ്പോടെ നോക്കി. അമ്മക്ക് എങ്ങനെയാ മനസ്സിലായത്? ഞാനും നിന്റെ ഈ പ്രായം കഴിഞ്ഞല്ലേ വന്നത്. അവരൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവളുടെ മുഖം നാണത്താൽ ചുവന്നു. എല്ലാവർക്കും ഉള്ള ഭക്ഷണം എടുത്ത് ടേബിളിൽ വെക്കുമ്പോഴാണ് അഗ്നി എണീറ്റ് വരുന്നത്. അവനെ നോക്കിയതും തന്നെ മീൻ പതിപ്പിച്ചിരിക്കുന്ന അവനെ കണ്ടതും അവളൊരു പിടച്ചിലോടെ നോട്ടം മാറ്റി. മോളവിടെ അഗ്നിയുടെ കൂടെ ഇരിക്ക്. ഇനി മുതൽ അവിടെ വേണം ഇരിക്കാൻ, അച്ചമ്മ അവളെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൾ മടിയോടെ അവനെ നോക്കി. അവന്റെ മുഖത്ത് ഒരു കള്ളച്ചിരി വിരിഞ്ഞു. തന്നെ നോക്കാതെ വെപ്രാളത്തോടെ വേഗത്തിൽ കഴിച്ചു തീർക്കുന്നവളെ നോക്കി അവൻ പതിയെ അവന്റെ ഇടംകൈ കൊണ്ട് അവളുടെ ഇടുപ്പിലൊന്ന് തോണ്ടി. അവളൊരു ഞെട്ടലോടെ അവനെയും മറ്റുള്ളവരെയും നോക്കി. അവരൊന്നും കണ്ടില്ലെന്ന് കണ്ടതും അവൾക്ക് ആശ്വാസമായി. അവൾ വേഗത്തിൽ കഴിച്ച് അടുക്കളയിൽ പോയി നിന്നു. അവന്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. അവനടുത്തുണ്ടാവുമ്പോൾ ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നു. അവളന്ന് മുഴുവൻ ലക്ഷ്മിയെ ചുറ്റിപ്പറ്റി നടന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും കിടന്നപ്പോൾ അവൾ എന്തു ചെയ്യും എന്നറിയാതെ നിന്നു. അഗ്നി വിവാഹമനുബന്ധിച്ച് കുറച്ചു ദിവസം ലീവാണ്. താൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന മുറിയിൽ ഇനി കിടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അച്ചമ്മയുടെ അടുത്ത് പോയിരിക്കാം കുറച്ചു സമയം. അവൾ നേരെ അച്ചമ്മയുടെ റൂമിലേക്ക് നടന്നു. റൂമിലേക്ക് കാലെടുത്തു വെച്ചതും പിറകിൽ നിന്നും ആരോ വലിച്ചു. പിറകോട്ട് മലർന്നു വീഴാൻ പോയ അവളെ അഗ്നി കൈകളിൽ കോരിയെടുത്തു. അവനെ കണ്ടതും അവളൊന്ന് വിറച്ചുകൊണ്ട് അവന്റെ കൈകളിൽ നിന്നും താഴെ ഇറങ്ങാൻ നോക്കി. അവളുടെ ഇടുപ്പിൽ പിടിച്ച അവന്റെ കൈ അവിടെ മുറുകി. അവനെ മുഖമുയർത്തി നോക്കിയതും അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയിട്ട് അവൻ അവളുമായി റൂമിലേക്ക് നടന്നു. റൂമിലെത്തി വാതിലടക്കാൻ നിന്നതും അവൾ അവന്റെ കയ്യിൽ നിന്നും പിടഞ്ഞിറങ്ങി. വാതിലടച്ച് ലോക്ക് ചെയ്ത് അവൻ അവളെ കുസൃതിയോടെ നോക്കിക്കൊണ്ട് അവൾക്കടുത്തേക്ക് ചുവടുവെച്ചു. അവന്റെ മുഖത്തെ ഭാവം കണ്ടതും അവളുടെ ഹൃദയമിടിപ്പ് കൂടി. അവൾ പുറകോട്ട് നീങ്ങി ഭിത്തിയിൽ ചാരി നിന്നു. എത്ര നേരം നീ ഇങ്ങനെ ഒളിക്കും ഇഷാനി? നീ എപ്പോഴായാലും എൻ്റെ അടുത്തേക്ക് വരണ്ടേ? ഈ അഗ്നിദേവിന്റെ ഭാര്യയല്ലേ നീ? അവന്റെ പ്രണയം നിറഞ്ഞ വാക്കുകളും മോഹം ഒളിപ്പിച്ച കണ്ണുകളിലേക്കും അവൾ പരവേശത്തോടെ നോക്കി. അവൻ അവളോട് ചേർന്നു നിന്നു. അവന്റെ ചുടുശ്വാസം അവളുടെ മുഖത്ത് പതിച്ചു. അവൻ അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് അമർത്തി. എന്നെ നീ വീണ്ടും വീണ്ടും കൊതിപ്പിക്കുക, ലഹരി പോലെ. എനിക്ക് എപ്പോഴും നിന്നെ വേണം പെണ്ണെ, അവൻ ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളെ വലിഞ്ഞു മുറുക്കി. അവളുടെ ദേഹത്തിന്റെയും മാറിടത്തിന്റെയും ആർത്തവം അവന്റെ നെഞ്ചിലേക്ക് അമർന്നു. അവന് ഉള്ളിൽ ഒരു മിന്നൽ പോയതുപോലെ തോന്നി. അവളുടെ മുഖം ഉയർത്തി ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. അവളൊന്ന് കുറുകിക്കൊണ്ട് അവനിലേക്ക് ചേർന്നു. അവൾ ഇരുകാലിലും ഒന്ന് ഉയർന്നു പൊങ്ങി മുഖമുയർത്തി അവനെ നോക്കി. ഇരു കൈകളും അവന്റെ കവിളുകളിൽ പിടിച്ച് അവൾക്ക് നേരെ ഒന്ന് താഴ്ത്തി അവന്റെ അധരത്തിൽ അവളുടെ ചുണ്ടുകൾ ചേർത്തു. അവളുടെ ആ പ്രവൃത്തിയിൽ അവനൊന്ന് വിറച്ചു. അവൻ അവളെ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. അവൾ ഇരു കൈകൾ കൊണ്ടും അവനെ ചുറ്റിപ്പിടിച്ചു. അവന്റെ കൈകൾ അവളുടെ ടോപ്പിനിടയിലൂടെ നുഴഞ്ഞു കയറി. പതിയെ പതിയെ അവൻ അവളിലേക്ക് അലിഞ്ഞു. അതിന് തടസ്സമായി നിൽക്കുന്ന അവളുടെ ഡ്രസ്സ് അവൻ വലിച്ചൂരി. എന്തോ അവൾക്കപ്പോൾ അവന്റെ മുൻപിൽ അങ്ങനെ നിൽക്കാൻ മതിയൊന്നും തോന്നിയില്ല. അവളുടെ ശംഖ് പോലെയുള്ള കഴുത്തിലും നിറഞ്ഞു നിൽക്കുന്ന മാറിടത്തിലും ആലില വയറിലും അവൻ നൽകിയ ചുവന്ന പാടിലേക്ക് അവന്റെ കണ്ണുകൾ പോയി. അവിടമെല്ലാം അവൻ വീണ്ടും വീണ്ടും രുചിച്ചുകൊണ്ടിരുന്നു. തന്റെ മേൽ അമർന്ന അവന്റെ ശരീരത്തിൽ നിന്നും അവനെന്ന പുരുഷൻ അവളെ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നവൾ അറിഞ്ഞു.
അവൻ അവളുടെ ഉള്ളറകളിലേക്ക് ആവേശത്തോടെ ഇറങ്ങിച്ചെന്നു. അവളുടെ കണ്ണുകൾ മുകളിലോട്ട് മറിഞ്ഞു. നിറവയറോടെ നിൽക്കുന്നവളെ അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തിറങ്ങുന്നത് ജിത്തു കണ്ണിമയ്ക്കാതെ നോക്കി. താൻ നഷ്ടപ്പെടുത്തിയ നിധി. അഗ്നിയുടെ കൂടെ വയറിൽ കൈവച്ചിരുന്ന ഇഷാനയിൽ മാത്രമായി അവൻ്റെ ശ്രദ്ധ. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണല്ല ഇപ്പോൾ അവൾ. തൻ്റെ കൂടെ അവൾ അങ്ങനെ ചിരിച്ചു കണ്ടിട്ടില്ലെന്ന് അവന് ഓർമ്മ വന്നു. നിറവയറിലും ഒരു ഭംഗിയുള്ള ശില്പം പോലെ മനോഹരിയായവൾ. അവർ അവൻ്റെ കണ്ണിൽ നിന്നും മറയുന്നത് വരെ അവൻ അവളെ നോക്കി നിന്നു. രാത്രി കിടക്കുമ്പോൾ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഇങ്ങനെ കൊതിപ്പിക്കല്ലേ പെണ്ണെ, അല്ലെങ്കിൽ തന്നെ ആകെ മൊത്തത്തിൽ കയ്യിന്ന് പോയി നിൽക്കുക. അതും പറഞ്ഞവൻ അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തി. പുഞ്ചിരിച്ചുകൊണ്ടവൾ വീണ്ടും അവൻ്റെ നെഞ്ചോട് ചേർന്നു. അവൾക്ക് ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായിടത്ത് മുഖം ചേർത്ത് വെച്ചവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൻ്റെ കൈകൾ അവളുടെ നിറവയറിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. സ്റ്റോറി അവസാനിച്ചു ട്ടോ.